Hello guys, ഇതാണ് നമ്മുടെ പുതിയ ഐറ്റം. ജസ്റ്റ് അറൈവ്ഡ് ഫ്രം ബാങ്കോക്ക്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്രോളറാണ്. നമുക്ക് ലൈറ്റായിട്ട് അൺബോക്സ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വീഡിയോ ദാറ്റ് ഐ ആം കമ്മിങ് ഓൺ സ്ക്രീൻ. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു വലിയ സൈസിലുള്ള ഒരു ക്രോളർ വാങ്ങിക്കണം. സോ ഇതുവരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം യുനോ റാലി കാർഡ്സാണ്. റാലോ ഉണ്ട്, MJX ഉണ്ട്, ഇതെല്ലാം റാലി വേർഷൻസ് ആണ്. സോ ഐ നെവർ ഹാഡ് എ ക്രോളർ. സോ ഇത്തവണ ഞാൻ ഇന്ന് ബാങ്കോക്ക് പോയപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ്. നൗ ലെറ്റ്സ് ജസ്റ്റ് ട്രൈ അൺബോക്സ് ദിസ് തിങ് ആൻഡ് സീ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, so it's a huge box. കൺട്രോൾ ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെ ഡിസ്പ്ലേക്കൊക്കെ ഉണ്ട്. നല്ല ഐസ്തറ്റിക് ആയിട്ടുള്ള കൺട്രോളാണ്. അതിനകത്ത് എന്തൊക്കെയോ കുറേ ഫങ്ഷൻസ് ഉണ്ട്. സോ ഗൈസ്, ഐ ആം ഓൾസോ ന്യൂ ടു ദിസ് തിങ്. സോ ലെറ്റ്സ് സീ വിൽ സീ ദിസ്. വണ്ടി എടുക്കാൻ പോവാണ്. ഇതിൻ്റെ മാനുവലാണ്. ഒരു വീൽ റേഞ്ച് ഉണ്ട്, പിന്നെ ഒരു സ്പെയർ പാർട്ട് ഉണ്ട്. ലെറ്റ്സ് സീ. സോ ഗൈസ്, ഇതൊരു നിസാൻ പെട്രോളാണ്. നിസാൻ പെട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. സോ ഇതൊരു 110 സ്കെയിൽ ക്രോളറാണ്. ഇറ്റ് ഇസ് സോ ഹ്യൂജ്. ഇറ്റ്സ് വെരി നൈസ്. അതിൻ്റെ ടയേഴ്സൊക്കെ നല്ല ഫോം ഫിൽഡാണ്. സോ ഇറ്റ്സ് എ ഗുഡ് ക്ലൈംബർ. ഇതിനകത്ത് ഇടുന്ന ബാറ്ററി ദിസ് ഇസ് ദ ബാറ്ററി. ഇത് സെപ്പറേറ്റ്ലി വാങ്ങിച്ചതാണ്. ഇതൊരു 6500 mAh ഒരു 2S ബാറ്ററിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂജ്. സൈസ് കാണുമ്പോൾ തന്നെ അറിയാം. ഏകദേശം കൺട്രോളിന് അത്ര തന്നെ ഉണ്ട്. ഓക്കെ, ഇത് തുറക്കുന്നത് ഇതിനടിയുടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇതാണ് സ്ക്രൂ. സോ യു ഹാവ് ടു ഓപ്പൺ ദിസ് സ്ക്രൂ. ഇത് മറ്റുള്ളതിനെ പോലെ ഒരു സിമ്പിൾ ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സിമ്പിൾ മെക്കാനിസം ആണെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. സോ ബാക്കിയുള്ള എക്സ്പേർട്സിനെ പോലെ ഞാൻ ഭയങ്കര വലിയ പ്രോ ഒന്നുമല്ല. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ദിസ് ഹോബി. ഇറ്റ്സ് ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 1 year. സോ ദിസ് ഈസ് ദ ബാറ്ററി ട്രേ വേർ യു പ്ലേസ് ദ ബാറ്ററി. ഇതിനകത്ത് ഡിഫ് ലോക്സ് ഉണ്ട്. ഫ്രണ്ട് ഡിഫ് ലോക്ക്, റിയർ ഡിഫ് ലോക്ക്, ഇതിനെല്ലാം ഓരോ സെപ്പറേറ്റ് സെർവോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ മോട്ടർ. മറ്റുള്ള വണ്ടി പോലല്ല. ദിസ് ഈസ് എ റൊട്ടേറ്റിംഗ് മോട്ടർ ആൻഡ് ഇറ്റ്സ് എ ഹൈ ടോർക്ക് ബ്രഷ്ലെസ് മോട്ടർ. So this rotates once you move the vehicle. And light system ഉണ്ട്. ലൈറ്റ് സിസ്റ്റം വണ്ടിക്ക് ഇതൊരു ക്ലാസിക് വെഹിക്കിളാണ്. അപ്പോൾ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. ബേസിക് ആണ്. നത്തിങ് ലൈക്ക് ഫ്ലാഷിങ് കളേഴ്സ് ഓർ ഓൾ ദോസ് തിങ്സ്. ബട്ട് ലെറ്റ്സ് സീ. നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും കൂടെ ചേർത്ത് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, സോ ബാറ്ററി ഈസ് ഡൺ. ആൻഡ് ഇതാണ് നമ്മുടെ പവർ സ്വിച്ച്. ഓക്കെ, സോ
സംഭവം ഓണായിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്ക് കൺട്രോളറിനകത്തൊരു ബാറ്ററി ഇടാം. സോ ഐ എം യൂസിങ് റീചാർജബിൾ ബാറ്ററീസ്. വളരെ കൺവീനിയൻ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെ ഉണ്ട്. ലൈറ്റ്സ് ഓൺ ആയിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രോളറാണ്. സോ എനിക്ക് മാനുവൽ ഒന്ന് വായിക്കണം, എന്നാലേ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. സോ ലെറ്റ് മീ സീ. ഇതിനകത്തും കുറേ ബട്ടൺസ് ഉണ്ട്. ഇത് ഡിപ്പ് സ്വിച്ചസ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് ട്രിമുണ്ട്, ത്രോട്ടിൽ ട്രിമുണ്ട്. ആൻഡ് ദെൻ ഇത് നമ്മുടെ ഡിഫ് ലോക്സിൻ്റെ ബട്ടൺസ് ആണ്. ഫ്രണ്ട് ഡിഫ്, റിയർ ഡിഫ്. ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിയറിംഗ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സർവാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പവർ ഉണ്ടോ? ഇതിൽ നമുക്ക് ജസ്റ്റ് ഇത് പില്ലോ വെച്ച് നോക്കാം. ഈ പില്ലോടെ മണ്ടയ്ക്ക് കയറോ? എന്താ നിസ്സാരമായിട്ട് കയറിപ്പോയി. റിവേഴ്സ് അടിച്ച് നോക്കിയാലോ? എങ്ങനെയുണ്ട് സാധനം? ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഒന്നും രണ്ടൊക്കെ ഓൾറെഡി ഇവിടെ അപ്ലൈഡ് ആണ്. യു ക്യാൻ സീ ഓൺ ദ സൈഡ്സ്. ഇതൊക്കെ അതിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ആൻഡ് ഓക്കെ, ബാക്ക് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ബാക്കിൽ നമുക്ക് റിവേഴ്സ് ലൈറ്റ്സ് ഉണ്ട്, ഉണ്ടോ? പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഞാൻ നെറ്റിൽ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതിൽ ഹസാർഡ് ഫങ്ഷൻ ഉണ്ട്. സോ ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും ഒരുമിച്ച് ഇതാവും. ആൻഡ് യെസ്, ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിനൊരു ടാൻ ടേൺ ഫങ്ഷൻ ഉണ്ട്. അതായത് ഒരു വീല് മാത്രം ഇത് ലോക്കായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ടൈറ്റ് കോർണേഴ്സിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് എക്സ്ട്രീം ക്രോളിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് അൺബോക്സിങ് കാര്യങ്ങളുള്ളത്. ഇഫ് യു ലുക്ക് അറ്റ് ദ ഇൻറ്റീരിയേഴ്സ് ഓൾസോ, ഇറ്റ്സ് വെരി സ്കെയിൽ. അകത്ത് സ്റ്റിയറിങ്ങും അതിനകത്തുള്ള ഗിയേഴ്സും ഗിയർ ഇൻഡിക്കേറ്ററും എല്ലാം കാണാം. ഒക്കെ നല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അൺലൈസൻസ്ഡ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നിസാൻ ബ്രാൻഡിങ് ഉള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, കണ്ടോ? സോ ഇതൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഇറ്റ് വിൽ ബിക്കം ലൈസൻസ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ക്രോളിംഗ് ഇൻ ആക്ഷൻ വീഡിയോ ആയിട്ട് ഐ വിൽ സീ യു നെക്സ്റ്റ് ടൈം. So this is it for now. Thank you for watching Full Throttle RC. Thank you.